അമൃതസ്വരൂപം സകലാനുഗ്രഹ ഭാഗവതം മനുഷ്യരൂപേഷു കൃഷ്ണസ്വരൂപം നമാമി. മള്ളിയോർ വാഴും തിരുമേനി പാദം. ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാൽ പരബ്രഹ്മം തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം ഗം ഗണപതേ നമഃ. ഓം സം സരസ്വത്यै നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ഓം ഹ്രീം നമഃ ശിവായ. ഓം ഐം ഹ്രീം ക്ലീം ചാമുണ്ഡായൈ വിച്ചൈ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ ദേവ 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 മഹേശ്വര. ഹരേ ദേവി ദേവി മഹേശ്വരി. ഹരേ വിഷ്ണു മഹാവിഷ്ണു നമോസ്തുതേ. ഹരേ ലക്ഷ്മി മഹാലക്ഷ്മി നമോസ്തുതേ. ഹരേ വിദ്യേ മഹാവിദ്യേ നമോസ്തുതേ. ഹരേ വിദ്യേ ശ്രീവിദ്യേ നമോസ്തുതേ. ഹരേ വാണി വാണി സരസ്വതി. ഹരേ വാണി നമോസ്തുതേ. ഓം സഹനാ ഭവതു സഹനോ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. എല്ലാവർക്കും നമസ്കാരം. ഗുരു ദർശനം എന്ന ചടങ്ങിൽ വളരെ ശ്രേഷ്ഠമായ 23-ാം ഭാഗവും നമ്മുടെ ശ്രീ മഹാഭാഗവത കുടുംബ സത്സംഗത്തിൻ്റെ 284-ാം ദിവസവുമാണ്. ത്രയോദശിയും കാർത്തികയും സൂര്യൻ്റെ ദിവസമായ ഞായറാഴ്ചയുമൊക്കെയാണ്. ശ്രീരാമകൃഷ്ണ വചനാമൃതത്തിൽ നമ്മൾ 4-ാം ഭാഗത്തിലെ 3-ാം അധ്യായമാണ് പാരായണം ചെയ്തുകൊണ്ടിരുന്നതും. ശ്രീരാമകൃഷ്ണാശ്രമത്തിലെ ആരാധ്യനായ സ്വാമിജി പിന്നീട് 2-ാം തവണയും വിശകലനം ചെയ്തതും അകത്ത് ഭക്തി ഉണ്ടെങ്കിൽ സകലരും സ്വാധീനരാകും എന്നാണ് ഒരു ഭാഗം. വർത്തമാനം പറഞ്ഞുകൊണ്ട് ഗുരുദേവൻ വടക്കേ വരാന്തയുടെ പടിഞ്ഞാറേ അറ്റത്തെത്തി. മാസ്റ്റർ സമീപം നിൽക്കുന്നു. വിവേക വൈരാഗ്യങ്ങൾ കൂടാതെ ഭഗവാനെ കാണാൻ കഴിയില്ല എന്ന് ഗുരുദേവൻ പലതവണ പറഞ്ഞിട്ടുണ്ട്. മാസ്റ്റർ വിവാഹം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് വ്യാകുലതയോടെ വിചാരിച്ചു, എൻ്റെ കഥ എന്താവും? വയസ്സ് 28ആയി. കോളേജിൽ പോയി ഇംഗ്ലീഷ് കുറച്ചൊക്കെ എഴുതാനും വായിക്കാനും പഠിച്ചിട്ടുണ്ട്. വിവേകവും വൈരാഗ്യവും എന്ന് വെച്ചാൽ കാമിനി കാഞ്ചന ത്യാഗം എന്നാണോ അർത്ഥം എന്ന് സ്വയം ചോദിച്ചു എന്നാണ്. അപ്പം മാസ്റ്റർ തന്നെ ശ്രീരാമകൃഷ്ണ ഗുരുദേവനോട് ചോദിച്ചു, ഭാര്യ ഭർത്താവിനോട് അങ്ങനെ നോക്കുന്നില്ല, ഞാൻ ആത്മഹത്യ ചെയ്യുമെന്ന് പറയുന്ന പക്ഷം എന്ത് ചെയ്യണം? അപ്പോഴാണ് ശ്രീരാമകൃഷ്ണദേവൻ ഗൗരവത്തിൽ പറഞ്ഞത്, ഈശ്വരമാർഗത്തിൽ വിഘ്നമായി നിൽക്കുന്ന അത്തരം ഭാര്യയെ ഉപേക്ഷിക്കണം. ആത്മഹത്യ ചെയ്യട്ടെ, വേറെ എന്ത് വേണമെങ്കിലും ചെയ്യട്ടെ, ഈശ്വരമാർഗത്തിൽ വിലങ്ങ് നിൽക്കുന്ന ഭാര്യ അവിദ്യാമൂർത്തിയാണ്. നമ്മളൊക്കെ ഗ്രഹസ്ഥന്മാരായിരിക്കും എന്ന് സ്വാമിജി അന്ന് പറഞ്ഞത് ഓർക്കുന്നുണ്ടാവും. മാസ്റ്റർ ഗംഭീര ചിന്തയിലാണ്ട് ചുമരിൻചാരി ഒരു വശത്ത് നിന്നു. നരേന്ദ്രാദി ഭക്തന്മാരും നിശബ്ദരായി നിൽക്കുന്നു. ഗുരുദേവൻ അവരുമായി കുറച്ചു നേരം വർത്തമാനം പറഞ്ഞു. എന്നിട്ട് പെട്ടെന്ന് മാസ്റ്ററുടെ അടുക്കൽ വന്ന് പതുക്കെ രഹസ്യമായി ഇങ്ങനെ പറഞ്ഞു, എന്നാൽ ഈശ്വരനിൽ ആത്മാർത്ഥമായ ഭക്തിയുള്ളവന് സകലരും വശവർത്തികളായിത്തീരുന്നു. രാജാവും ദുർജനങ്ങളും ഭാര്യയും. തനിക്ക് യഥാർത്ഥമായ ഈശ്വര ഭക്തി ഉണ്ടെങ്കിൽ ക്രമേണ ഭാര്യയും ഈശ്വരമാർഗത്തിലേക്ക് തിരിഞ്ഞെന്നു വരും. താൻ നല്ലവനാണെങ്കിൽ ഈശ്വരേച്ഛയാ അവളും നല്ലവളായി തീർന്നെന്ന് വരും. മാസ്റ്ററുടെ ചിന്താഗ്നിയിൽ
ജലം പകർന്നു. അവർ ആത്മഹത്യ ചെയ്യുന്നെങ്കിൽ ചെയ്യട്ടെ, ഞാൻ എന്ത് ചെയ്യാനാണ് എന്നിങ്ങനെ മാസ്റ്റർ ഇത്രയും നേരം വിചാരിക്കുകയായിരുന്നു. മാസ്റ്റർ പെട്ടെന്ന് ശ്രീരാമകൃഷ്ണ ഗുരുദേവനോട് പറഞ്ഞു, ഈ ലോകം ഒരു വലിയ ഭയങ്കര സ്ഥാനം തന്നെ. അതിന് ശ്രീരാമകൃഷ്ണദേവൻ മാസ്റ്റർ മുതൽ പേരെ നോക്കിക്കൊണ്ട് പറഞ്ഞു, അതുകൊണ്ടാണ് ചൈതന്യദേവൻ കേൾക്കൂ സോദര നിത്യാനന്ദ, സംസാരി ജീവൻ ഒരിക്കലും ഗതിയില്ല എന്ന് പറഞ്ഞത്. മുമ്പൊരിക്കൽ രഹസ്യമായി ഗുരുദേവൻ മാസ്റ്ററോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈശ്വരനിൽ ശുദ്ധമായ ഭക്തി ഇല്ലെങ്കിൽ ഒരു ഗതിയുമില്ല. എന്നാൽ ആരെങ്കിലും ഈശ്വര സാക്ഷാത്കാരത്തിന് ശേഷം സംസാരത്തിൽ ജീവിക്കുകയാണെങ്കിൽ അയാൾക്കൊരു ഭയത്തിനും കാരണമില്ല. ഇടയ്ക്കിടയ്ക്ക് ഏകാന്തത്തിൽ ചെന്നിരുന്ന് സാധനകൾ അനുഷ്ഠിച്ച് ശുദ്ധഭക്തി നേടാൻ കഴിഞ്ഞാൽ പിന്നെ സംസാരത്തിലിരുന്നാലും യാതൊരു ഭയവുമില്ല. ചൈതന്യദേവന് ഗൃഹസ്ഥഭക്തന്മാരും ഉണ്ടായിരുന്നു. പക്ഷേ അവർ പേരിൽ മാത്രമേ ഗൃഹസ്ഥന്മാരായിരുന്നുള്ളൂ. കാരണം അനാസക്തരായാണ് അവർ ജീവിച്ചിരുന്നത്. അമ്പലത്തിൽ നിവേദ്യം കഴിഞ്ഞു. സംഗീതശാലയിൽ നിന്നും വാദ്യങ്ങളും അപ്പോൾ മുഴങ്ങി. ഇനി എല്ലാവരും വിശ്രമിക്കാൻ പോകും. ശ്രീരാമകൃഷ്ണദേവൻ ആഹാരം കഴിക്കാനിരുന്നു. നരേന്ദ്രാദി ഭക്തന്മാർ ഇന്നും ഗുരുദേവനോടൊത്ത് ഊണ് കഴിക്കും. അതിൽ 4-ാം അധ്യായം 1882 ഒക്ടോബർ 22 ഞായറാഴ്ച. ശ്രീരാമകൃഷ്ണദേവൻ വിജയദശമി നാൾ ദക്ഷിണേശ്വരത്ത് ഭക്തന്മാരും ഒരുമിച്ച് മണി 9 കാണും. നമ്മുടെ ഈ സമയം ഗുരുദേവൻ ചെറിയ കട്ടിലിരിക്കുന്നു. അദ്ദേഹവുമായി സംസാരിച്ചുകൊണ്ട് മാസ്റ്റർ തറയിലും. ഇന്ന് വിജയദശമി, ആശ്വിനമാസം, ശുക്ലദശമി തിഥി. ഈയിടെ രാഖാൽ ഗുരുദേവൻ്റെ കൂടെ താമസമാണ്. നരേന്ദ്രനും ഭവനാഥനും ഇടയ്ക്ക് വന്നും പോയി ഇരിക്കുന്നു. ഗുരുദേവൻ്റെ കൂടെ അദ്ദേഹത്തിൻ്റെ സഹോദരപുത്രൻ രാമലാലും ഹസ്രയും താമസമുണ്ട്. രാമൻ, മനോമോഹനൻ, സുരേശൻ, മാസ്റ്റർ ഇവരും ആഴ്ചയിലൊരിക്കൽ ഗുരുദേവനെ വന്ന് കണ്ടുപോകുന്നു. ബാബു രാമൻ 1-2 തവണ കണ്ടിട്ടുണ്ട്. അപ്പോൾ ശ്രീരാമകൃഷ്ണദേവൻ ചോദിച്ചു, നിനക്ക് നവരാത്രി അവധിയുണ്ടോ? മാസ്റ്റർ പറഞ്ഞു, ഉണ്ട്. സപ്തമി, അഷ്ടമി, നവമി എന്നീ പൂജാ ദിവസങ്ങളിൽ ഞാൻ കേശവസേനൻ്റെ വീട്ടിൽ പോയിരുന്നു. ശ്രീരാമകൃഷ്ണദേവൻ ചോദിച്ചു, എന്നിട്ട്? മാസ്റ്റർ പറഞ്ഞു, ദുർഗാ പൂജയെക്കുറിച്ച് വിശേഷപ്പെട്ട ഒരു വ്യാഖ്യാനം കേട്ടു. ശ്രീരാമകൃഷ്ണദേവൻ ചോദിച്ചു, എന്താ കേൾക്കട്ടെ? മാസ്റ്റർ പറഞ്ഞു, കേശവസേനൻ്റെ വീട്ടിൽ ദിവസവും കാലത്ത് 11 മണി വരെ ആരാധന ഉണ്ടായിരുന്നു. ആ ആരാധനാ സമയത്ത് അദ്ദേഹം ദുർഗാ പൂജയുടെ അർത്ഥം വ്യാഖ്യാനിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞു, അമ്മയെ സാക്ഷാത്കരിക്കാൻ സാധിച്ചാൽ, ശ്രീ ദുർഗയെ ഹൃദയമന്ദിരത്തിൽ കൊണ്ടുവരാൻ കഴിഞ്ഞാൽ മഹാലക്ഷ്മിയും സരസ്വതി ദേവിയും കാർത്തികേയനും ഗണേശനും തനിയെ വന്നോളും. മഹാലക്ഷ്മി എന്നാൽ സമ്പത്ത്, സരസ്വതി ജ്ഞാനം, കാർത്തികേയൻ വിക്രമം, ഗണേശൻ സിദ്ധിയും. ഇവയെല്ലാം താനേ വരും അമ്മ വന്നാൽ. നല്ലൊരു കാര്യമല്ലേ? ആലോചിച്ച് നോക്കും. കേശവസേനൻ്റെ വീട്ടിൽ ദിവസവും കാലത്ത് 11 മണി വരെ ആരാധന ഉണ്ടായിരുന്നു. ആ ആരാധനാ സമയത്ത് അദ്ദേഹം ദുർഗാപൂജയുടെ അർത്ഥം വ്യാഖ്യാനിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞു, അമ്മയെ സാക്ഷാത്കരിക്കാൻ സാധിച്ചാൽ ശ്രീ ദുർഗയെ ഹൃദയ മന്ദിരത്തിൽ കൊണ്ടുവരാൻ കഴിഞ്ഞാൽ മഹാലക്ഷ്മിയും സരസ്വതിയും കാർത്തികേയനും ഗണേശനും തനിയെ വന്നോളും. ലക്ഷ്മി എന്നാൽ സമ്പത്ത്, സരസ്വതി ജ്ഞാനം, കാർത്തികേയൻ വിക്രമം, ഗണേശൻ സിദ്ധിയും. ഇവയെല്ലാം താനേ വരും അമ്മ വന്നാൽ. നരേന്ദ്രാദി അന്തരംഗ ശിഷ്യന്മാർ. ശ്രീരാമകൃഷ്ണദേവൻ വിവരണമെല്ലാം കേട്ടു. സുരേഷ് കുമാർ സാർ ആ പുസ്തകത്തിലെ ഭാഗം കണ്ടു കാണുമെന്ന് കരുതുന്നു. ശ്രീരാമകൃഷ്ണദേവൻ വിവരണമെല്ലാം കേട്ടു. ഇടയ്ക്ക് കേശവസേനൻ്റെ ആരാധനാക്രമത്തെക്കുറിച്ച് ഓരോന്ന് ചോദിച്ചു വരുന്നു. ഒടുവിൽ പറഞ്ഞു, നീ അവിടെയും ഇവിടെയും ഒന്നും പോകണ്ട, ഇവിടെ വന്നാൽ മതി. എൻ്റെ അന്തരംഗ ശിഷ്യന്മാർ ഇവിടെ തന്നെ വരും. നരേന്ദ്രൻ, ഭവനാഥൻ, രാഖാൽ ഇവരെൻ്റെ അന്തരംഗ ശിഷ്യന്മാരാണ്. അവർ സാധാരണക്കാരല്ല. നീ ഒരു ദിവസം ഇവർക്ക് ഊണ് കൊടുക്കുക. നരേന്ദ്രനെ കുറിച്ച് നിനക്ക് എന്തു തോന്നുന്നു? മാസ്റ്റർ പറഞ്ഞു, വളരെ നല്ലവൻ. അപ്പോൾ ശ്രീരാമകൃഷ്ണദേവൻ പറഞ്ഞു, നോക്ക,
നരേന്ദ്രന് എന്തെല്ലാം ഗുണങ്ങളുണ്ട്. പാട്ട് പാടാം, വാദ്യങ്ങൾ വായിക്കാം, നല്ലപോലെ വിദ്യാഭ്യാസം ചെയ്തിട്ടുണ്ട്, ജിതേന്ദ്രിയൻ, വിവാഹം ചെയ്യുകയില്ലെന്ന് പറയുന്നു, കുട്ടിക്കാലം മുതൽക്കേ ഈശ്വരഭക്തിയുള്ളവൻ. ഗുരുദേവൻ മാസ്റ്ററുമായി പിന്നെയും വർത്തമാനം പറഞ്ഞുകൊണ്ടിരുന്നു. ചിന്മയ മൂർത്തി ധ്യാനം, മാതൃധ്യാനം. ശ്രീരാമകൃഷ്ണദേവൻ പറയുകയാണ്, ഈയിടെ നിന്റെ ഈശ്വരധ്യാനം എങ്ങനെ നടക്കുന്നു? നിനക്ക് സാകാരഭാവമോ സുഖമായി തോന്നുന്നത്, അതോ നിരാകാരമോ? മാസ്റ്റർ പറഞ്ഞു, മനസ്സിപ്പോൾ സാകാരത്തിൽ പോകുന്നില്ല, അതേസമയം നിരാകാരത്തിൽ മനസ്സുറപ്പിക്കാനും ആവുന്നില്ല. ശ്രീരാമകൃഷ്ണദേവൻ പറഞ്ഞു, കണ്ടോ, നിരാകാരത്തിൽ പെട്ടെന്നൊന്നും മനസ്സുറയ്ക്കുകയില്ല, ആദ്യമൊക്കെ സാകാരമാണ് നല്ലത്. മാസ്റ്റർ പറഞ്ഞു, മണ്ണ് മുതലായവ കൊണ്ടുള്ള വിഗ്രഹത്തെ ധ്യാനിക്കുന്നോ? ശ്രീരാമകൃഷ്ണൻ പറഞ്ഞു, എന്താ മണ്ണോ ചിന്മയമൂർത്തി? മാസ്റ്റർ പറഞ്ഞു, ശരി, എന്നാലും കൈയും കാലുമൊക്കെ ഭാവന ചെയ്യണമല്ലോ. ആദ്യ ഘട്ടത്തിൽ രൂപചിന്ത ചെയ്തില്ലെങ്കിൽ മനസ്സ് സ്ഥിരമാവുകയില്ലെന്ന് തോന്നുന്നുണ്ട്. അങ്ങനെ പറഞ്ഞു തന്നിട്ടുമുണ്ട്. ആവട്ടെ, അദ്ദേഹത്തിന് ഏത് രൂപവും കൈക്കൊള്ളാൻ കഴിയും. സ്വന്തം അമ്മയുടെ രൂപം ധ്യാനിക്കാൻ പാടുണ്ടോ? ശ്രീരാമകൃഷ്ണൻ പറഞ്ഞു, ആവാം. അമ്മ ഗുരുവാകുന്നു, ബ്രഹ്മസ്വരൂപിണിയാകുന്നു. മാസ്റ്റർ മിണ്ടാതിരുന്നു. തെല്ലിട കഴിഞ്ഞ മാസ്റ്റർ വീണ്ടും ഗുരുദേവനോട് ചോദിച്ചു, നിരാകാര ധ്യാനത്തിൽ എന്താണ് കാണുന്നത്? അത് വിവരിക്കാനാവില്ലേ? ശ്രീരാമകൃഷ്ണദേവൻ അല്പം ചിന്തിച്ച ശേഷം, എങ്ങനെയെന്നോ? ഇതും പറഞ്ഞ ഗുരുദേവൻ കുറച്ചു നേരം നിശബ്ദനായിരുന്നു. എന്നിട്ട് സാകാര നിരാകാര ദർശനങ്ങളുടെ അനുഭവത്തെ പറ്റി ചിലതൊക്കെ പറഞ്ഞു. പിന്നെയും ഗുരുദേവൻ നിശബ്ദനായി. ശ്രീരാമകൃഷ്ണദേവൻ പറഞ്ഞു, നോക്കൂ, ഇതൊക്കെ നേരെ മനസ്സിലാകണമെങ്കിൽ സാധന ചെയ്യണം. മുറിക്കകത്തിരിക്കുന്ന രത്നം കാണണമെങ്കിലോ കൈക്കലാക്കണമെങ്കിലോ താക്കോൽ തേടി പിടിച്ച് വാതിൽ തുറക്കണം. എന്നിട്ട് രത്നം പുറത്തെടുത്ത് കൊണ്ടുവരണം. അത് ചെയ്യാതെ പൂട്ടിയിട്ടിരിക്കുന്ന മുറിയുടെ വാതിൽക്കൽ ചെന്ന് നിന്നുകൊണ്ട്, ഞാനിതാ വാതിൽ തുറന്നു, പെട്ടിയുടെ പൂട്ട് കൊത്തി തുറന്നു, ഈ രത്നം പുറത്തെടുത്തു എന്നൊക്കെ ചുമ്മാ നിന്ന് സങ്കല്പിച്ചുകൊണ്ടായില്ല, സാധന ചെയ്യണം. 5-ാം അധ്യായം, ഭഗവാൻ അനന്തൻ വൃന്ദാവന ദർശനം. ശ്രീരാമകൃഷ്ണദേവൻ പറഞ്ഞു, ജ്ഞാനികൾ നിരാകാര ധ്യാനം ചെയ്തു. അവർ അവതാരങ്ങളെ വകവെക്കുന്നില്ല, അവിടുന്ന് പൂർണ്ണ ബ്രഹ്മമാകുന്നു എന്ന അർജുനൻ ശ്രീകൃഷ്ണ ഭഗവാനെ സ്തുതിച്ചു. ശ്രീകൃഷ്ണ ഭഗവാൻ അർജുനനോട് പറഞ്ഞു, വാ, ഞാൻ പൂർണ്ണ ബ്രഹ്മമോ അല്ലയോ എന്ന് നിനക്ക് കാണാം. ഇത്രയും പറഞ്ഞ് ഒരിടത്ത് കൂട്ടിക്കൊണ്ടുപോയി. നീ എന്ത് കാണുന്നു എന്ന് അർജുനനോട് ചോദിച്ചു. അർജുനൻ പറഞ്ഞു, ഞാനൊരു വലിയ മരം കാണുന്നു, അതിൽ കുലകുലയായിട്ട് ഞാവൽപ്പഴം പോലുള്ള കറുത്ത പഴങ്ങൾ കാണുന്നു. അല്പം കൂടി അടുത്ത് വന്ന് നോക്കൂ, ആ കുലകളൊന്നും കറുത്ത പഴങ്ങളല്ല, എന്നെപ്പോലുള്ള അസംഖ്യ കൃഷ്ണന്മാരാണ് കുലകുലകളായി തൂങ്ങുന്നത് എന്നരുളി ഭഗവാൻ. അതായത് ആ പൂർണ്ണ ബ്രഹ്മരൂപമായ വൃക്ഷത്തിൽ നിന്നും അസംഖ്യം അവതാരങ്ങൾ വരുന്നു പോകുന്നു. കബീർദാസന് നിരാകാര ഭാവത്തോട് വലിയ താല്പര്യമായിരുന്നു. ശ്രീകൃഷ്ണ ഭഗവാന്റെ കാര്യം പറഞ്ഞാൽ കബീർ ചോദിക്കും, ഞാൻ അയാളെ എന്തിനു ഭജിക്കണം? ഗോപസ്ത്രീകൾ കൈകൊട്ടുന്നു, അയാൾ കുരങ്ങാട്ടമാടുന്നു ചിരിച്ചോണ്ട്. ഞാൻ സാകാരവാദികളുടെ കൂട്ടത്തിൽ സാകാരത്തെയും നിരാകാരവാദികളുടെ കൂട്ടത്തിൽ നിരാകാരത്തെയും സ്വീകരിച്ചിരിക്കുന്നു. അപ്പോൾ മാസ്റ്റർ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നമ്മുടെ സംഭാഷണ വിഷയമായിരുന്ന ഈശ്വരൻ എപ്രകാരം അനന്തനോ അവിടുന്നും അപ്രകാരം അനന്തനാകുന്നു. അവിടത്തെയും അതിരറിയാനാവില്ല. ശ്രീരാമകൃഷ്ണദേവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നീ കണ്ടുപിടിച്ചു കളഞ്ഞല്ലോ. സംഗതി എന്താണെന്നോ, എല്ലാ മതവും ഒന്ന് പരീക്ഷിച്ച് നോക്കണം, എല്ലാ വഴിക്കും പോയി നോക്കണം. നരകവും സ്വർഗവും എന്ന കളിയിൽ എല്ലാ കള്ളിയും കടക്കാതെ കരു എങ്ങനെ നടുക്ക് സ്വർഗത്തെത്തും? കരു നടുക്കെത്തിക്കഴിഞ്ഞാൽ പിന്നെ ആർക്കും അതിനെ തടയാനാവില്ല. മാസ്റ്റർ പറഞ്ഞു, അത് ശരിയാണ്. ശ്രീരാമകൃഷ്ണദേവൻ പറഞ്ഞു, യോഗികൾ 2 തരക്കാരുണ്ട്, ബഹൂതകനും കുടീചകനും.
അനേകം തീർത്ഥങ്ങളുമാടി മനസ്സിന് ഇനിയും ശാന്തി ലഭിച്ചിട്ടില്ലാത്ത യോഗികളെ ബഹൂതകന്മാരെന്ന് പറയുന്നു. തിരച്ചിലെല്ലാം കഴിഞ്ഞ് മനസ്സിനുറപ്പ് നേടി ശാന്തി അടഞ്ഞ് ഒരിടത്ത് തിരിപ്പുറപ്പിക്കുന്നു. ഒരുതരം യോഗികൾ, അവരാണ് കുടീച്ചകന്മാർ. അവർ പിന്നെ ചുറ്റിത്തിരിയുന്നില്ല, ഒരിടത്ത് വസിക്കുന്നത് തന്നെ അവർക്ക് ആനന്ദം. അവർക്ക് തീർത്ഥാടനത്തിൽ ഒരു താല്പര്യവുമില്ല. അവർ തീർത്ഥാടനത്തിന് പോകുന്നെങ്കിൽ അത് ആത്മോദ്ദീപനത്തിന് വേണ്ടി മാത്രമാണ്. സകല മതങ്ങളും ഒരു തവണ ഞാൻ അഭ്യസിച്ചു. ഹിന്ദുമതം, മുഹമ്മദ് മതം, ക്രിസ്തുമതം, കൂടാതെ ശാക്തം, വൈഷ്ണവം, വേദാന്തം എന്നീ മാർഗങ്ങളും ഞാൻ അനുസരിച്ചു. പല വഴിക്കും വന്നു ചേരുന്നത് ഒരേ ഈശ്വരനിലാണെന്ന് ഞാൻ കണ്ടു. തീർത്ഥാടനത്തിന് പോകുമ്പോൾ ചിലപ്പോഴൊക്കെ എനിക്ക് വലിയ വിഷമം തോന്നിയിട്ടുണ്ട്. മധുരാനാഥനും ഒരുമിച്ച് കാശിയിൽ രാജബാബുവിൻ്റെ സന്ദർശന മുറിയിൽ ഒരിക്കൽ പോയി. അവിടെ അവർ ലൗകിക കാര്യങ്ങളെക്കുറിച്ച്, പണം, പുരയിടം മുതലായവയെക്കുറിച്ച് സംസാരിക്കുന്നത് കേട്ടു. വർത്തമാനം കേട്ട് ഞാൻ കരഞ്ഞുപോയി. ഞാൻ ദേവിയോട് ചോദിച്ചു, അമ്മേ, എവിടെയാണ് എന്നെ കൊണ്ടുവന്നിരിക്കുന്നത്? എനിക്ക് ദക്ഷിണേശ്വരത്ത് സുഖമായിരുന്നല്ലോ. പ്രയാഗയിലും കണ്ടു അതേ കുളങ്ങൾ, അതേ കറുവ, അതേ മരങ്ങൾ, അതേ പുളിയില. ശ്രീരാമകൃഷ്ണദേവനും മാസ്റ്ററും ചിരിക്കുന്നു. എന്നാൽ തീർത്ഥസ്ഥാനത്തിൽ ആധ്യാത്മിക ആവേശമുണ്ടാകുമെന്നുള്ളത് നേരാണ്. മധുര ബാബുവിൻ്റെ കൂടെ ഞാൻ വൃന്ദാവനത്തിൽ പോയി. മധുര ബാബുവിൻ്റെ വീട്ടിലെ സ്ത്രീകളും ഹൃദയനും ഒപ്പമുണ്ടായിരുന്നു. കാളിയദമന ഘട്ടം കണ്ടപ്പോഴേ എനിക്ക് ആവേശം വന്നു. ഞാൻ വികാരവിഹ്വലനായി. യമുനയുടെ ആ കടവിൽ ഒരു കുട്ടിയെ എന്ന പോലെ ഹൃദയൻ എന്നെ കുളിപ്പിക്കാറുണ്ടായിരുന്നു. സന്ധ്യയ്ക്ക് യമുനാ തീരത്ത് നടക്കാൻ പോയിരുന്നു. ആ സമയത്ത് യമുനയുടെ മണൽത്തിട്ടയിൽ കൂടി മേച്ചിൽ സ്ഥലങ്ങളിൽ നിന്നും കന്നുകാലികൾ വന്നിരുന്നു. അവയെ കണ്ട മാത്രയിൽ ഞാൻ ശ്രീകൃഷ്ണ സ്മരണ കൊണ്ട് വിവശനായി. ഭ്രാന്തനെ പോലെ പാഞ്ഞുകൊണ്ട് ഞാൻ ചോദിച്ചു, ശ്രീകൃഷ്ണൻ എവിടെ? എവിടെ കൃഷ്ണൻ? പല്ലക്കിൽ കയറി ശ്യാമകുണ്ടവും രാധാകുണ്ടവും കാണാൻ പോയി. വഴിക്ക് ഗോവർദ്ധനം കാണാൻ ഇറങ്ങി. ഗോവർദ്ധനം കണ്ട മാത്രയിൽ ഞാൻ വിഹുലനായി തീർന്നു. ഗോവർദ്ധന ഗിരിയുടെ മുകളിൽ പാഞ്ഞുകയറി. പിന്നെ ബാഹ്യബോധം വിട്ടുപോയി. അപ്പോൾ വ്രജവാസികൾ വന്ന് എന്നെ ഇറക്കിക്കൊണ്ടുപോന്നു. ശ്യാമകുണ്ടത്തിലേക്കും രാധാകുണ്ടത്തിലേക്കും പോകും വഴി അതേ മൈതാനങ്ങളും മരങ്ങളും വള്ളികളും മാനുകളും പക്ഷികളും കണ്ടു. ഞാൻ ഭക്തിപരവശനായി, കണ്ണീര് കൊണ്ട് തുണി ഈറനായി. ഞാൻ ഉള്ളിൽ വിചാരിച്ചു, ഹേ കൃഷ്ണ, എല്ലാം പണ്ടേ പോലെ ഉണ്ട്, അങ്ങേ മാത്രം കാണാനില്ല. പല്ലക്കിൻ്റെ അകത്തു തന്നെ ഇരുന്നു. പക്ഷേ ഒന്നും പറയാൻ ശക്തി ഉണ്ടായിരുന്നില്ല. മിണ്ടാതിരുന്നു. ഹൃദയൻ പല്ലക്കിൻ്റെ പിന്നാലെ വരുന്നുണ്ടായിരുന്നു. വാഹകന്മാരോട് ഹൃദയൻ പറഞ്ഞേൽപ്പിച്ചിരുന്നു, സൂക്ഷിച്ചു കൊള്ളണം എന്ന്. ഗംഗാമായിക്ക് എന്നോട് വലിയ ഇഷ്ടമായി. വളരെ വയസ്സു ചെന്ന അമ്മ. നിധൂപന്നത്തിനടുത്തൊരു കുടിയിൽ ഒറ്റയ്ക്കാണ് താമസം. എൻ്റെ അവസ്ഥയും അധ്യാത്മഭാവവും കണ്ടിട്ട് അവർ പറഞ്ഞു, അദ്ദേഹം സാക്ഷാൽ രാധ ദേഹമെടുത്തു വന്നതാണ്. എന്നെ ദുല്ലാലി, ഓമന എന്നാണ് അവർ വിളിച്ചിരുന്നത്. അവരെ കണ്ടാൽ ഞാൻ എൻ്റെ ഊണും ഉറക്കവും താമസ സ്ഥലത്തേക്കുള്ള മടക്കയാത്രയും ഒക്കെ മറന്നു പോയിരുന്നു. ചില ദിവസങ്ങളിൽ ഹൃദയൻ ഭക്ഷണം വീട്ടിൽ നിന്നും കൊണ്ടുവന്ന് ഊട്ടാറുണ്ട്. ഗംഗാമായിയും ആഹാരമുണ്ടാക്കി എന്നെ കഴിപ്പിച്ചിരുന്നു. ഗംഗാമായിക്ക് ഭാവ ആവേശമുണ്ടാകാറുണ്ട്. അവരുടെ ആവേശം കാണാൻ ആളുകൾ തിങ്ങിക്കൂടിയിരുന്നു. ഭാവാവസ്ഥയിൽ ഒരു ദിവസം ഹൃദയൻ്റെ തോളിൽ ചാടി കയറി. ഭാവാവസ്ഥ എന്ന് പറഞ്ഞാൽ ദേഹത്തിനൊരു അനുഗ്രഹം ഉണ്ടാകുന്ന അവസ്ഥ. ഗംഗാമായിയുടെ അടുക്കൽ നിന്നും നാട്ടിലേക്ക് മടങ്ങാൻ എനിക്ക് ആഗ്രഹമില്ലായിരുന്നു. വേണ്ട ഏർപ്പാടുകളെല്ലാം ചെയ്തു. കുഴക്കലരി ചോറ് വേണം എനിക്ക്. ഗംഗാമായിയുടെ കട്ടില് മുറിയുടെ ആ വശത്ത്, എൻ്റേത് ഈ വശത്ത് ഒക്കെ ശരിയാക്കിയിരുന്നു. ഹൃദയൻ അപ്പോൾ ചോദിച്ചു, അങ്ങയ്ക്ക് വല്ലാത്ത വയറ്റിൽ സൂക്കേടാണല്ലോ, അപ്പോൾ ആരും നോക്കും? ഗംഗാമായി പറഞ്ഞു, എന്താ, ഞാൻ നോക്കും, ഞാൻ ശുശ്രൂഷിക്കും. ഹൃദയൻ ഒരു കൈ പിടിച്ചു വലിച്ചു. ഗംഗാമായി മറ്റേ കൈയും പിടികൂടി. ആ സമയത്ത് അമ്മയെ ഓർമ്മ വന്നു. അമ്മ അപ്പോൾ തനിച്ചിവിടെ ദക്ഷിണേശ്വരത്തെ സംഗീതശാലയിൽ താമസമായിരുന്നു. പിന്നെ താമസിക്കാൻ തോന്നിയില്ല. ഞാൻ പറഞ്ഞു, ഇല്ല, എനിക്ക് പോണം. വൃന്ദാവനം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. പുതിയ യാത്രക്കാരവിടെ ചെന്നാൽ ഹരിനാമം ചൊൽവിൻ, പണക്കിഴി അയ്യപ്പിൻ എന്ന് ആ ആയർക്കിടാങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും. 11 മണിക്ക് ശേഷം
ശ്രീരാമകൃഷ്ണദേവൻ കാളീക്ഷേത്രത്തിലെ നിവേദ്യം കഴിച്ചു. ഉച്ചയ്ക്ക് അല്പം വിശ്രമിച്ച ശേഷം ഉച്ചതിരിഞ്ഞ് വീണ്ടും ഭക്തന്മാരുമായി സംഭാഷണത്തിൽ ഏർപ്പെട്ടു. ഇടയ്ക്ക് ചിലപ്പോഴൊക്കെ പ്രണവമോ ഹാ ചൈതന്യ എന്നോ ഉച്ചരിച്ചുകൊണ്ടിരുന്നു. അമ്പലത്തിൽ ദീപാരാധന ആരംഭിച്ചു. ഇന്ന് വിജയദശമി. ശ്രീരാമകൃഷ്ണദേവൻ ദേവീ സന്നിധിയിൽ വന്നു. ഭക്തന്മാർ ദേവിയെ വണങ്ങിയ ശേഷം ഗുരുദേവന്റെ ചരണരേണുക്കൾ ശിരസിലണിഞ്ഞു. രാമലാൽ ദേവിയുടെ ക്ഷേത്രത്തിൽ ആരതി നടത്തി. ഗുരുദേവൻ രാമലാലിനെ വിളിച്ചു പറഞ്ഞു, രാമലാൽ നീ എവിടെ? കാളീദേവിക്ക് സിദ്ധി നിവേദിച്ചിട്ടുണ്ട്. ഗുരുദേവൻ ആ പ്രസാദം സ്പർശിക്കും. അതിനാണ് രാമലാലിനെ വിളിക്കുന്നത്. ഭക്തന്മാർക്കെല്ലാവർക്കും അല്പം കൊടുക്കാൻ പറഞ്ഞേൽപ്പിച്ചു. അധ്യായം 6. 1982 ഒക്ടോബർ 24 ചൊവ്വാഴ്ച. ദക്ഷിണേശ്വരം ക്ഷേത്രത്തിൽ ബലരാമൻ തുടങ്ങിയവരോടൊത്ത് ബലരാമൻ ഉപദേശം. ശകുനം ശരിയാണ്, കാമിനി കാഞ്ചനം തന്നെ മായ. ഒക്ടോബർ 24 ചൊവ്വാഴ്ച ഉച്ചതിരിഞ്ഞ് മണി 3:04 ഗുരുദേവൻ ആഹാര സാധനങ്ങൾ സൂക്ഷിക്കുന്ന അലമാരയുടെ അടുത്ത് നിൽക്കുന്നു. ബലരാമനും മാസ്റ്ററും കൽക്കത്തയിൽ നിന്നും ഒരേ വണ്ടിയിൽ വന്നു. അദ്ദേഹത്തെ നമസ്കാരം ചെയ്തിരുന്ന ഉടനെ ഗുരുദേവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അലമാരയ്ക്കുള്ളിൽ നിന്നും പലഹാരമെടുക്കാൻ കൈനീട്ടി. അപ്പോൾ ഒരു പല്ലി മേത്തു വീണു. വേഗം ഞാൻ കൈവലിച്ചു. എല്ലാവരും ചിരിക്കുന്നു. ശ്രീരാമകൃഷ്ണദേവൻ പറഞ്ഞു, വേണം, അതൊക്കെ ആചരിക്കണം. ഇത് നോക്കൂ, രാഖാലാലിന് സുഖമില്ല. എൻ്റെയും കൈയും കാലും നോവുന്നു. എന്തു പറ്റിയെന്നോ? ഞാൻ ഇന്ന് കാലത്ത് കിടക്കയിൽ നിന്ന് എഴുന്നേറ്റപ്പോൾ രാഖാൽ വരുന്നുവെന്ന് കരുതി വേറൊരാളുടെ മുഖം കണ്ടുപോയി. എല്ലാവരും ചിരിക്കുന്നു. അതെ, ലക്ഷണം നോക്കേണ്ടതുണ്ട്. അന്നാൾ ഒരു ദിവസം നരേന്ദ്രൻ അവൻ്റെ കൂട്ടുകാരൻ ഒരൊറ്റ കണ്ണനെ കൂട്ടിക്കൊണ്ടുവന്നു. ആ കണ്ണിനൊട്ടും കാഴ്ചയില്ലാതില്ല. അതെന്തെങ്കിലും ആകട്ടെ, ഇനി എന്താണ് വരാൻ പോകുന്നതെന്ന് എനിക്ക് വിചാരമായി. വേറൊരാൾ ഇവിടെ വരാറുണ്ട്. അയാൾ കൊണ്ടുവരുന്നതൊന്നും എനിക്ക് കഴിക്കാനാവുന്നില്ല. അയാൾ ഒരു ആഫീസിൽ പണിയെടുക്കുന്നു. ശമ്പളം 20 രൂപയാണ്. കള്ളക്കണക്ക് എഴുതി വേറെ 20 രൂപ കൂടി സമ്പാദിക്കുന്നു. പൊളി പറയുന്നത് കൊണ്ട് അയാൾ വന്നാൽ എനിക്ക് അധികമൊന്നും മിണ്ടാൻ കഴിയുന്നില്ല. ചിലപ്പോൾ 2-4 ദിവസം ഓഫീസിലൊന്നും പോകാതെ ഇവിടെ അങ്ങ് കൂടും. എന്തിനാണെന്നോ? ഞാൻ ആരോടെങ്കിലും പറഞ്ഞ് വേറെ വല്ല സ്ഥലത്തും വേല മേടിച്ചു കൊടുക്കുമെന്ന് ആശിച്ച്. ബലരാമൻ ഒരു നല്ല വൈഷ്ണവ കുടുംബത്തിൽപ്പെട്ടവൻ. ബലരാമൻ്റെ അച്ഛൻ വലിയ വിഷ്ണു ഭക്തനാണ്. ഇപ്പോൾ വയസ്സനായി. ബലരാമൻ്റെ ശിരസിൽ ശിഖയും കഴുത്തിൽ തുളസിമാലയും, സർവദാ ഹരിനാമം ജപിക്കുന്നതിന് കയ്യിൽ വേറൊരു മാലയും എപ്പോഴും ജപിക്കുന്നു. അദ്ദേഹത്തിന് ഒറീസയിൽ വലിയ ജമീന്ദാരിയുണ്ട്. കോലാരിലും വൃന്ദാവനത്തിലും വേറെ പലയിടങ്ങളിലും ശ്രീ രാധാകൃഷ്ണ ക്ഷേത്രങ്ങളും അതിഥിശാലകളും നടത്തുന്നുണ്ട്. ഗുരുദേവൻ വർത്തമാനം പറയുന്ന മട്ടിൽ അദ്ദേഹത്തിന് ഉപദേശം നൽകുന്നു. ശ്രീരാമകൃഷ്ണദേവൻ പറഞ്ഞു, അന്നൊരാൾ വന്നിരുന്നു. അയാൾ ആ കറമ്പിയായ മൂദേവിയുടെ, അയാളുടെ കെട്ടിയോളുടെ ചൊൽപ്പടിയിലാണെന്ന് ഞാൻ അറിഞ്ഞു. എന്തുകൊണ്ടാണ് ഈശ്വര ദർശനം ഉണ്ടാകാത്തതെന്നോ? കാമിനി കാഞ്ചനം ഇടയ്ക്ക് മറയായി വന്നു പെട്ടിരിക്കുന്നത് കൊണ്ട്. അന്നവൻ നിന്നോട് എന്ത് അധിക പ്രസംഗമാണ് പറഞ്ഞത്? എൻ്റെ അച്ഛൻ്റെ അടുക്കൽ ഒരു പരമഹംസൻ വന്നു. അച്ഛൻ അദ്ദേഹത്തിന് കോഴി പുഴുങ്ങി കൊടുത്തു എന്ന്. ബലരാമൻ ചിരിക്കുന്നു. എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നിവേദിച്ചതാണെങ്കിൽ അല്പം മീൻ കറി കൂട്ടാം. ദേവി പ്രസാദമായാലും മാംസം കഴിക്കാൻ വയ്യ. പകരം വിരലുകൊണ്ട് തൊട്ട് നാക്കിലൊന്നു വെക്കും, അമ്മ കോപിക്കാതിരിക്കാൻ. എല്ലാവരും ചിരിക്കുന്നു. പൂർവകഥാ ഗാനശ്രവണം. ശ്രീരാമകൃഷ്ണദേവൻ പറഞ്ഞു, ആട്ടെ, എൻ്റെ ഈ സ്ഥിതി എന്താണെന്ന് പറയൂ, കാണട്ടെ. ബർദ്വാൻ നഗരത്തിൽ കൂടി ഞാൻ അങ്ങോട്ട് കുമാർപുക്കൂറിലേക്ക് പോകുകയായിരുന്നു. കാളവണ്ടിയിൽ ഞാൻ ഇരിക്കുന്നു. അപ്പോൾ വലിയ കൊടുങ്കാറ്റും മഴയും വന്നു. വണ്ടിക്ക് ചുറ്റും എവിടെ നിന്നോ കുറേ ആളുകൾ വന്നു ചേർന്നു. അവർ കൊള്ളക്കാരാണെന്ന് എൻ്റെ ഒപ്പമുള്ളവർ പറഞ്ഞു. ഞാൻ അപ്പോൾ ഈശ്വരനാമം ചൊല്ലാൻ തുടങ്ങി. എന്നാൽ ചിലപ്പോൾ രാമ രാമ എന്ന് പറയും, ചിലപ്പോൾ കാളി കാളി എന്ന് വിളിക്കും, പിന്നെ ചിലപ്പോൾ ഹനുമാൻ ഹനുമാൻ എന്നും എല്ലാ പേരും വിളിച്ചു. ഇതെന്താണെന്ന് പറയൂ, കേൾക്കട്ടെ. ഈശ്വരൻ ഒന്ന്, അദ്ദേഹത്തിൻ്റെ പേര് നിരവധി. ഭിന്ന മതക്കാരും സമ്പ്രദായക്കാരും വെറുതെ തമ്മിൽ തല്ലിച്ചാകുന്നു എന്നായിരിക്കുമോ ഗുരുദേവൻ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്?
ശ്രീരാമകൃഷ്ണദേവൻ ബലരാമനോട് പറഞ്ഞു, കാമിനി കാഞ്ചനം തന്നെ മായ. അവയുടെ നടുക്ക ഏറെ നാൾ താമസിച്ചാൽ ഒരുവന്റെ ആധ്യാത്മികമായ ജാഗ്രത പോയി പോകുന്നു. എനിക്ക് ബഹുസുഖമാണ് എന്നവൻ കരുതുന്നു. തോട്ടി മലം നിറച്ച തൊട്ടി പേറുന്നു. തോട്ടി മലം നിറച്ച തൊട്ടി പേറുന്നു. ചുമന്ന് ചുമന്ന് അതിനോടുള്ള അറപ്പ് ഇല്ലാതാകുന്നു. ഈശ്വരന്റെ നാമവും ഗുണവും കീർത്തിക്കാൻ ശീലിച്ചാൽ കാലക്രമത്തിൽ ഭക്തി ഉണ്ടാവും. ഈശ്വരന്റെ നാമവും ഗുണവും കീർത്തിക്കാൻ ശീലിച്ചാൽ കാലക്രമത്തിൽ ഭക്തി ഉണ്ടാവും. മാസ്റ്ററോട് പറഞ്ഞു, ഈശ്വരനാമം ജപിക്കുന്നതിൽ ലജ്ജ പാടില്ല. ലജ്ജ, അവജ്ഞ, ഭയം, ഈ മൂന്നുമുണ്ടെങ്കിൽ ഭക്തി ഉണ്ടാകില്ല. ഓ, ഈശ്വരനാമം ജപിക്കുന്നതിൽ ലജ്ജ പാടില്ല. ലജ്ജ, അവജ്ഞ, ഭയം, ഈ മൂന്നുമുണ്ടെങ്കിൽ ഭക്തി ഉണ്ടാകില്ല. കുമാർ പുക്കൂറിൽ നല്ല കീർത്തനങ്ങൾ പാടും. മൃദംഗം വായിച്ചുകൊണ്ടുള്ള കീർത്തനം. നകുലാചാര്യന്റെ പാട്ട് വളരെ കേമമാണ്. ബലരാമനോട് പറഞ്ഞു, വൃന്ദാവനത്തിൽ പ്രതിഷ്ഠയായോ? ബലരാമൻ പറഞ്ഞു, ഉവ്വ, ഒരു കുഞ്ചമുണ്ട്, അവിടെ ശ്യാമസുന്ദരന്റെ പൂജ നടക്കുന്നു. ശ്രീരാമകൃഷ്ണദേവൻ പറഞ്ഞു, ഞാൻ വൃന്ദാവനത്തിൽ പോയിട്ടുണ്ട്. നിധുവനം ഒന്നാന്തരം സ്ഥലം. അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് 4ാം ഭാഗം പൂർത്തീകരിക്കുന്നത്. 5ാം ഭാഗം ശ്രീരാമകൃഷ്ണനും കേശവചന്ദ്രസേനനും എന്നതാണ് 1ാം അധ്യായം. 1882 ഒക്ടോബർ 27 വെള്ളിയാഴ്ച. ശ്രീരാമകൃഷ്ണദേവന്റെ നൗകാവിഹാരം. ഇന്ന് അശ്വിന മാസത്തിലെ പൂർണിമ, ലക്ഷ്മി പൂജാ ദിവസം. ഗുരുദേവൻ ദക്ഷിണേശ്വരം കാളീക്ഷേത്രത്തിൽ തൻ്റെ മുറിയിൽ ഇരുന്നരുളുന്നു. വിജയ ഗോസ്വാമിയും ഹരലാലനുമായി ഓരോന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരാൾ വന്ന് കേശവസേനൻ ബോട്ടുമായി കടവിലെത്തിയിട്ടുണ്ട് എന്നറിയിച്ചു. കേശവന്റെ ശിഷ്യന്മാർ വന്ന് ശ്രീരാമകൃഷ്ണനെ നമസ്കരിച്ച ശേഷം പറഞ്ഞു, മഹാശയ, ബോട്ട് എത്തിയിരിക്കുന്നു, അങ്ങ് വരണം, പുറപ്പെടാം, അല്പം സർക്കിട്ട് പോകാം. കേശവ ബാബു ബോട്ടിലുണ്ട്, കൂട്ടിക്കൊണ്ട് ചെല്ലാൻ ഞങ്ങളെ അയച്ചിരിക്കുന്നു. നേരം 4 മണിയായി. ഗുരുദേവൻ വള്ളം പിടിച്ച് ബോട്ടിൽ കയറി. കൂടെ വിജയനുമുണ്ട്. ബോട്ടിൽ കയറിയതോടെ ഭഗവാൻ ബാഹ്യബോധം വിട്ട് സമാധിസ്ഥനായി. മാസ്റ്റർ ബോട്ടിൽ നിന്നുകൊണ്ട് ഈ സമാധിസ്ഥ ചിത്രം കണ്ടു. അദ്ദേഹം 3 മണിക്ക് കേശവസേനന്റെ ബോട്ടിൽ കയറി കൽക്കത്തയിൽ നിന്നും വന്നിരിക്കുകയാണ്. ഗുരുദേവന്റെയും കേശവസേനന്റെയും കൂടിക്കാഴ്ചയും അവരുടെ ആനന്ദവും കാണാൻ അത്യാർത്തിയായി. അവരുടെ സംഭാഷണം ശ്രവിക്കാൻ അത്യാശ. കേശവസേനൻ തൻ്റെ സ്വഭാവശുദ്ധിയും വാഗ്മിതയും കൊണ്ട് മാസ്റ്ററെ പോലെയുള്ള അനേകം ബംഗാളി യുവാക്കന്മാരുടെ മനസ്സിനെ ആകർഷിച്ചിട്ടുണ്ട്. പലരും അദ്ദേഹത്തെ വളരെ സ്വന്തമെന്ന് കരുതി സ്നേഹിച്ചു പോരുന്നുണ്ട്. കേശവൻ ഇംഗ്ലീഷ് പഠിച്ചയാളാണ്. ആംഗല ദർശനങ്ങളും സാഹിത്യവും പഠിച്ചിട്ടുണ്ട്. ദേവി ദേവന്മാരുടെ പൂജയെ അദ്ദേഹം പലപ്പോഴും വിഗ്രഹ ആരാധനയെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയുള്ള മനുഷ്യൻ ശ്രീരാമകൃഷ്ണനിൽ നിന്ന് ഭക്തിയും ശ്രദ്ധയുമുള്ളവനാണ്. ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹത്തെ കാണാനും വരുന്നു. വാസ്തവത്തിൽ വിസ്മയകരമായ ഒരു സംഗതിയാണിത്. അവരുടെ മനോരഞ്ജനം എവിടെ എങ്ങനെ സംഭവിച്ചു എന്ന രഹസ്യം കണ്ടുപിടിക്കാൻ മാസ്റ്ററെ പോലെ പലരും ഉത്സുകരാണ്. ശ്രീരാമകൃഷ്ണദേവൻ നിരാകാരവാദിയാണെന്നത് നേര് തന്നെ. പക്ഷേ അദ്ദേഹം അതേസമയം സാകാരവാദിയുമാകുന്നു. ബ്രഹ്മചിന്ത ചെയ്യുന്നു. വീണ്ടും ദേവീദേവന്മാരുടെ വിഗ്രഹത്തിൽ പൂവും ചന്ദനവും ചാർത്തി പൂജയും ചെയ്യുന്നു. പ്രേമലഹരിയിൽ മുങ്ങി ആടുന്നു, പാടുന്നു. കട്ടിലും കിടക്കയും ഉപയോഗിക്കുന്നു. ചുവന്ന കരയുള്ള മുണ്ടുടുക്കുന്നു. കുപ്പായവും കാലുറയും ചെരിപ്പും ധരിക്കുന്നു. പക്ഷേ ഗാർഹിക ജീവിതം നയിക്കുന്നില്ല. ഭാവനയെല്ലാം സന്യാസിയെ പോലെ. അതിനാൽ ആളുകൾ പരമഹംസൻ എന്ന് വിളിക്കുന്നു. ഈ വശത്തോ കേശവൻ നിരാകാരവാദി, ഭാര്യയും മക്കളുമൊക്കെയായി ലൗകിക ജീവിതം നയിക്കുന്നു. ഇംഗ്ലീഷിൽ പ്രസംഗിക്കുന്നു, വർത്തമാന പത്രത്തിൽ എഴുതുന്നു, ലൗകിക കർമ്മങ്ങളും ചെയ്യുന്നു. കേശവസേനൻ മുതലായ ബ്രഹ്മഭക്തന്മാർ ബോട്ടിൽ നിന്നും ക്ഷേത്രോദ്യാനത്തിൻ്റെ ശോഭ ആസ്വദിച്ചു. ബോട്ടിന് കിഴക്കായി അധികം അകലെയല്ലാതെ പടുത്തുകെട്ടിയ കടവും അമ്പലത്തിൻ്റെ കുളിപ്പുരയും
ബോട്ടിൽ നിന്നും നോക്കുന്നവരുടെ ഇടതുവശത്ത് 6 വലതുവശത്ത് 6 ശിവക്ഷേത്രങ്ങൾ. ശരത്കാലത്തിലെ നീലവിണ്ടലമാകുന്ന പശ്ചാത്തലത്തിൽ ഭവതാരിണി ക്ഷേത്രത്തിൻ്റെ ഗോപുരമകുടവും ഉത്തരഭാഗത്ത് പഞ്ചവടിയിലെ വൃക്ഷാഗ്രങ്ങളും മൂളി മരങ്ങളുടെ തലപ്പുകളും കാണപ്പെട്ടു. ഇലഞ്ഞി മരത്തിനടുത്തും അമ്പലത്തിൻ്റെ തെക്കേ അറ്റത്തും ഓരോ സംഗീതശാലകൾ. ഈ സംഗീതശാലകൾക്കിടയ്ക്ക് പൂന്തോട്ടം, 2 അരിയിലും നിരനിരയായി പൂച്ചെടികൾ. ശരഭദ്രത്തിൻ്റെ നീലിമ മന്ദാകിനി ജലത്തിൽ പ്രതിഫലിക്കുന്നു. ബാഹ്യപ്രപഞ്ചം മൃദുല കോമളം. ബ്രഹ്മഭക്തന്മാരുടെ ഹൃദയാന്തർഭാഗവും മൃദുല കോമളം. ഉപരിഭാഗത്ത് സുന്ദര നീലമായ അനന്താകാശം, മുൻഭാഗത്ത് മനോഹരമായ മന്ദിരം. ആര്യ മഹർഷിയുടെ തപസ്സുകൊണ്ട് തീർത്ഥീകൃതമായ തീരങ്ങളോട് കൂടിയതും പവിത്ര സലിലയുമായ ഭാഗീരഥി അടിയിലും. അതാ വരുന്നു ഒരു മഹാപുരുഷൻ, സാക്ഷാൽ സനാതന ധർമ്മമൂർത്തി. ഇതുമാതിരി ദർശനം മാനവജാതിക്ക് സുലഭമല്ല. ഈ തീർത്ഥസ്ഥാനത്ത് സമാധിസ്ഥനായ ഇത്തരമൊരു മഹാപുരുഷന്റെ ദർശനം കൊണ്ട് ആർക്ക് തന്നെ ഭക്തിപ്രവാഹം ഉണ്ടാവുകയില്ല. ഏതു ശിലാഹൃദയം തന്നെ അലിഞ്ഞു പോവുകയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് 5ാം ഭാഗത്തിലെ 1ാം അധ്യായം പൂർത്തീകരിക്കുന്നത്. 2ാം അധ്യായം മുതലുള്ള ഭാഗം നമുക്ക് നാളെ വിശദമായി ചർച്ച ചെയ്യാനും പറയാനും കേൾക്കാനുമൊക്കെ ശ്രീരാമകൃഷ്ണ പരമഹംസ ഗുരുദേവൻ്റെ അനുഗ്രഹം നമുക്കുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കാം. വളരെ മംഗളകരമായി കഴിഞ്ഞ ദിവസം ശ്രീരാമകൃഷ്ണാശ്രമത്തിലെ സ്വാമിജി പറഞ്ഞതുപോലെ അതിൻ്റെ ഓരോ അധ്യായത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ എന്തോ ഒരു പ്രത്യേക ഈശ്വരീയമായ അനുഭൂതി നമുക്ക് സിദ്ധമാകും എന്നത് പരമമായ സത്യമാണ്. നമ്മുടെ ഗ്രൂപ്പിലുള്ളവരിൽ പുസ്തകമുള്ളത് സുരേഷ് കുമാർ സാറിന് മാത്രമാണെന്ന് തോന്നുന്നു. ശ്രീരാമകൃഷ്ണ വചനാമൃതത്തിൻ്റെ ഒരു പുസ്തകം വാങ്ങുന്നത് നല്ലതാണ്. 5ാം ഭാഗം 2ാം അധ്യായം നാളെ മംഗളകരമായ തിങ്കൾ കലാധരൻ്റെ തിങ്കളാഴ്ച ദിവസം, ഭഗവാൻ ശ്രീകൃഷ്ണസ്വാമിയുടെ നക്ഷത്രമായ രോഹിണി ദിവസം, ചതുർദശി ദിവസം പറയാനും കേൾക്കാനും ഇടയാകണമേ എന്ന് പ്രാർത്ഥിക്കാം. പതിവ് പോലെ ഗിരിജ ചേച്ചിയും ശശിധരൻ നായർ ചേട്ടനും സുരേഷ് കുമാർ സാറും കുമാരി ദേവി ടീച്ചറും നമ്മുടെ ശ്രീകാര്യത്തിൽ നിന്ന് ഉഷ ചേച്ചിയും ജയശ്രീ ടീച്ചറും നമ്മുടെ വിനോദ് തോട്ടുവായും നമ്മുടെ കാസർഗോട്ട് നിന്ന് ചെറുവത്തൂരിൽ നിന്ന് ശ്രീ രവീന്ദ്രൻ അവർകളും തമ്പാൻ വള്ളിയോട്ടും ഒക്കെ എത്തിച്ചേർന്നതിൽ വളരെ സന്തോഷം. മണ്ഡലകാലം കഴിഞ്ഞുള്ള അടുത്ത ദിവസമാണ്. നമ്മുടെ യജ്ഞങ്ങൾക്കൊക്കെ മഹാരാഷ്ട്രയിൽ, പൂനെയിൽ, ബോംബെയിൽ ഒക്കെ വന്നെത്തിയിരുന്ന കുടുംബത്തിലെ പ്രിയപ്പെട്ട രാജശേഖരൻ ചേട്ടനും ഉഷ ചേച്ചിയും ഒക്കെ ഇന്നെത്തിയത് ഒരു വലിയ അനുഗ്രഹമായി. 10-12 വർഷങ്ങൾക്കപ്പുറത്തുള്ള ചിന്തകളിലേക്ക് പെട്ടെന്ന് മനസ്സ് പോകുന്നതിനും ഒക്കെ ഇടയായി. അങ്ങനെ ഈശ്വരീയമായ ഒരു വലിയ അനുഗ്രഹം കിട്ടിയ ദിവസവും കൂടിയാണിന്ന്. എല്ലാ അർത്ഥത്തിലും ആ ഈശ്വരീയ സങ്കല്പങ്ങളൊക്കെ നമ്മളെ മുന്നോട്ട് നയിക്കട്ടെ. അമ്പാടി ഗ്രൂപ്പിലെ അക്ഷയ് ഉൾപ്പെടെയുള്ള കുട്ടികളുടെ നാമമൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. വളരെ കൃത്യമായി 6 മണിക്ക് അത് ചെയ്യുന്നതിൽ അക്ഷയിന് പ്രത്യേകമായ നമസ്കാരം. അതുപോലെ അമൃതവർഷിണിയും ഒക്കെ കുട്ടികളുടെ ഗ്രൂപ്പിലേക്ക് കൂടുതൽ നമുക്ക് ശ്രദ്ധിക്കാൻ നാളെ മുതൽ ഇടയാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും മംഗളകരമായി പങ്കെടുക്കുക. ഒരു 2-3 പേരെ കൂടെ കുട്ടികളെ ചേർക്കുക. ആ ഗ്രൂപ്പിൻ്റെ പൂർണ്ണമായ സംഖ്യ 256 പൂർത്തീകരിക്കുന്നതിനുള്ള ഒരു പരിശ്രമം മുതിർന്ന നമ്മുടെ ആമ്പാടി കുടുംബത്തിലെ അംഗങ്ങളും പരിശ്രമിക്കണമെന്ന് അപേക്ഷിക്കുന്നു. എല്ലാ അർത്ഥത്തിലും നമ്മുടെ ഈ സത്സംഗം 284 ദിവസം പിന്നിടുമ്പോൾ വളരെ മനോഹരമായ ഒട്ടേറെ അനുഭവങ്ങളും ഒക്കെ നമ്മുടെ മനസ്സിൽ ഉണ്ടായിട്ടുള്ളത് ഏറ്റവും ശ്രേഷ്ഠമാണ്. ധനുമാസം 11 ദിവസത്തെ മണ്ഡലകാലം ഇന്നലെ പൂർത്തീകരിച്ച് ഇന്ന് ആ മഹത്തായ 12ാം ദിവസം ചെക്കുളത്തെ 12 നൊയമ്പ് മഹോത്സവം പൂർത്തീകരിച്ച ദിവസം. എല്ലാ അർത്ഥത്തിലും നമ്മുടെ ഈ ചടങ്ങ് 284 ദിവസം സന്തോഷത്തോടെ ഈ സൂര്യൻ്റെ ദിവസം പിന്നിടുന്നു. 3 ദിവസം കൂടെ കഴിയുമ്പോൾ പൗർണമിയാണ്. വെളുത്ത പക്ഷത്തിലെ ധനുമാസത്തിലെ തിരുവാതിര കടന്നു വരുന്നു. അങ്ങനെ എല്ലാ അർത്ഥത്തിലും സമ്പന്നമായ ഒരു മനസ്സുകൊണ്ട്, വാക്കുകൾ കൊണ്ട്, ചിന്തകൾ കൊണ്ട് നമുക്ക് എല്ലാ അനുഗ്രഹങ്ങളും ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കാം.
എല്ലാവരുടെയും സാന്നിധ്യത്തിന് നമസ്കാരം അർപ്പിക്കുന്നു. സർവേഷാം സ്വസ്തിർഭവതു, സർവേഷാം ശാന്തിർഭവതു, സർവേഷാം പൂർണ്ണം ഭവതു, സർവേഷാം മംഗളം ഭവതു. സർവേ ഭവന്തു സുഖിനഃ, സർവേ സന്തു നിരാമയാഃ, സർവേ ഭദ്രാണി പശ്യന്തോ മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. അസതോ മാ സത്ഗമയ, തമസോ മാ ജ്യോതിർഗമയ, മൃത്യോർമാ അമൃതം ഗമയ. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യ സകലം പരസ്മൈ ശ്രീ ലക്ഷ്മീ നാരായണായേതി സമർപ്പയാമി. ശ്രീ സീതാരാമചന്ദ്രായേതി സമർപ്പയാമി. ശ്രീ പാർവതി മഹാദേവായേതി സമർപ്പയാമി. സർവം 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 ശ്രീ മള്ളിയൂർ പൊന്നു തിരുമേനി തൃപ്പാദങ്ങളേതി സമർപ്പയാമി. സർവം സർവം ശ്രീരാമകൃഷ്ണ പരമഹംസ ഗുരുദേവ തൃപ്പാദങ്ങളേതി സമർപ്പയാമി. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണം മുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി. ആലപ്പുഴ ചേർത്തല നിന്ന് ഹരിക്കുട്ടനും കുടുംബവും ഉണ്ടായിരുന്നു. അതും പ്രത്യേക സന്തോഷം. ശ്രീ മല്ലിക ഒക്കെ നാമജപത്തിൽ വളരെ ശ്രേഷ്ഠതയുള്ളവരാണ്. എല്ലാ അർത്ഥത്തിലും നമ്മുടെ സത്സംഗം സമ്പന്നമാവട്ടെ. ജനുവരി മാസം 1-ാം തീയതിയും ജനുവരി മാസം 5-ാം തീയതിയും കായംകുളം ശ്രീരാമകൃഷ്ണാശ്രമത്തിലെ ചടങ്ങിനെ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം സ്വാമിജി പറഞ്ഞത് ഓർക്കുന്നുണ്ടാവും. അപ്പോൾ എല്ലാവരുടെയും ശ്രദ്ധ ഈശ്വരീയ കർമ്മങ്ങളിൽ, ഗുരു കാര്യങ്ങളിൽ ഉണ്ടാവാൻ ഇടയാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. രവീന്ദ്രൻ ചക്രപുരം, തമ്പാൻ വള്ളിയോട്ട് ഒക്കെ സന്തോഷം, നമസ്കാരം. നാളെ വീണ്ടും ഉദയത്തിന് ഗ്രൂപ്പിലൂടെയും അയ്യപ്പ ഭാഗവതം ഇനി മകരമാസത്തിലേക്ക് നമ്മൾ 10-ാം കാണ്ഡം മുതൽ മാറ്റിവെക്കുകയും ദേവി മാഹാത്മ്യം ഇന്ന് ഒരു ചടങ്ങ് പോലെ നമ്മൾ പൂർത്തീകരിക്കുകയും ഒക്കെ ചെയ്തു. അപ്പം ലൈവ് അവശേഷിക്കുന്നത് ഈ രാത്രി 9 മണിയുടെ ഗുരുദർശനം മാത്രമാണ്. എല്ലാവരുടെയും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളുമൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് നാളെ വീണ്ടും ഒരുമിച്ച് ചേരാം. അതെ, സത്യമാണ്, നിർത്താൻ തോന്നുന്നില്ല എന്നുള്ളത് പരമമായ ഒരു സത്യമാണ് ജയശ്രീ ടീച്ചർ പറഞ്ഞത്. കാരണം രാമകൃഷ്ണദേവൻ്റെ വചനാമൃതം, വാസ്തവത്തിൽ ഈ പുസ്തകം എൻ്റെ ബാല്യകാലത്ത് വിവേകാനന്ദ ദർശനം യുവജനങ്ങളുടെ പ്രസക്തി എന്ന വിഷയത്തെക്കുറിച്ച് കായംകുളം ശ്രീരാമകൃഷ്ണ ആശ്രമത്തിൽ വെച്ച് ദേശീയ യുവജന ദിനത്തോടനുബന്ധിച്ച് നടത്തിയ പ്രസംഗ മത്സരത്തിൽ സമ്മാനം കിട്ടിയ പുസ്തകമാണ് 3 വോളിയവും. അപ്പോൾ അനേക തവണ യാത്രക്കിടയിലൊക്കെ വായിച്ചിട്ടുണ്ട്. എങ്കിലും ഇങ്ങനെ നമ്മുടെ ഒരു കൂട്ടായ്മയിൽ വായിക്കുന്നത് ആദ്യമായിട്ടാണ്. അപ്പോൾ അതിന് അന്ന് പ്രസംഗം പറഞ്ഞു തന്നത് രാമേന്ദ്രക്കുറുപ്പ് അമ്മാവൻ എന്ന് ഞാൻ വിളിക്കുന്ന, ഇപ്പോൾ അദ്ദേഹം 90-നോടടുത്തു. ജയശ്രീ ടീച്ചർ കണ്ടിട്ടുണ്ട്. നമ്മുടെ തറവാട്ടിലെ മുതിർന്ന ഒരു അമ്മാവനാണ്. അമ്മയുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു സഹോദരനാണ്. അപ്പോൾ എൻ്റെ ചിന്തകളൊക്കെ അന്നത്തെ ആ കാലഘട്ടത്തിലേക്ക് പോകുന്നതിന് ഈ പുസ്തകം വളരെ സഹായിച്ചിട്ടുണ്ട്. ആ ശ്രീരാമകൃഷ്ണദേവൻ്റെ ആശ്രമത്തിൽ അവിടുത്തെ സ്വാമിജിയുമായി കഴിഞ്ഞ ദിവസം ഇരുന്നപ്പോഴൊക്കെ ഞാനതിങ്ങനെ ഓർത്തു. സ്വാമിജി അവിടെ നിന്ന് പ്രസാദമൊക്കെ തന്ന് അയക്കുന്ന ഈ സമയത്ത് അന്ന് അവിടെ മഠാധിപതി കൈവല്യാനന്ദ സ്വാമി എന്ന് പറഞ്ഞൊരു സ്വാമിയാണ്. അദ്ദേഹം ഇപ്പോൾ ഒറ്റപ്പാലത്താണ്. അപ്പോൾ ഇവിടെ ഏത് ജില്ലകളിൽ ചെന്നാലും ഒരു 90 കാലഘട്ടങ്ങളിലൊക്കെ
ആധ്യാത്മിക പ്രവർത്തനവുമായി സഞ്ചരിക്കുന്ന കാലത്ത് ശ്രീരാമകൃഷ്ണ ആശ്രമങ്ങളിൽ വൈകിട്ടെത്തും. അവർ 9 മണിക്ക് തുടങ്ങുന്ന ആരാധനയിൽ പങ്കെടുക്കും. പ്രത്യേകിച്ച് തൃശ്ശൂർ പൂങ്കുന്നം ശ്രീരാമകൃഷ്ണ ആശ്രമത്തിലൊക്കെ ഞാൻ സ്ഥിരമായി പോകുമായിരുന്നു. അങ്ങനെ വിവേകാനന്ദ സ്വാമിജി തൃശ്ശൂരിൽ വന്ന് താമസിച്ച ഒരു വീട്ടിൽ പോകാനും ഒക്കെ സാധിച്ചു. ഇത്രയും കേൾക്കാൻ കൂടെയാണ് ഒരു നിമിഷം കൂടെ കിട്ടിയതെന്നാണ്. കാരണം അദ്ദേഹം ഈ ടീച്ചർക്കറിയാം, അന്ന് ഞാനും ഷീലയും കൂടിയൊക്കെ അവിടെ ഇരിക്കുമ്പോൾ ടീച്ചറേയും കൂടെ നമ്മൾ ആ വീട്ടിലേക്ക് അന്ന് കൊണ്ടുപോയിരുന്നു. അപ്പോൾ അദ്ദേഹം ഈ ശ്രീരാമകൃഷ്ണ കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചാൽ പെട്ടെന്ന് നിർത്തില്ല. അപ്പം നമുക്കിപ്പോൾ 1 മണിക്കൂർ ഒരു സമയം ഉണ്ടാക്കി അദ്ദേഹത്തെ കാണാൻ ചെന്നാൽ അത് 3 മണിക്കൂറാവും. അപ്പോൾ ഈ ഗുരുദേവൻ ഭാവാവസ്ഥയിൽ എത്തുന്നത് പോലെ അദ്ദേഹം ശ്രീരാമകൃഷ്ണദേവ വചനാമൃതത്തിലെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഭാവാവസ്ഥയിൽ എത്തുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ പ്രായം ഇത്രയും ആയിട്ടും അദ്ദേഹം ഇപ്പോഴും അതിൽ വാചാലനാവും. ഒരിക്കൽ ഇവിടെ വന്ന് ശ്രീരാമകൃഷ്ണദേവൻ്റെ 2 പുസ്തകങ്ങൾ അദ്ദേഹം എഴുതിയത് ഞാനൊന്നില്ലായിരുന്നു, യാത്രയിലായിരുന്നു. അത് ഇവിടെ ഇരിക്കട്ടെ, അവൻ വായിക്കട്ടെ എന്ന് പറഞ്ഞതൊക്കെ ഞാൻ ഓർക്കുകയാണ്. അപ്പോൾ നിശ്ചയമായും ഇതൊക്കെ ഒരു ഈശ്വര കാരുണ്യമാണ്. നമ്മൾ ആ പുരാണങ്ങളിൽ ദേവി എന്ന് പറയുന്ന ആ അത്ഭുത ശക്തിയെ നേരിട്ട് സംസാരിക്കാനും ഭാവാവേശം വരുന്ന സമയത്ത് ഒരു സ്പർശനം കൊണ്ട് ആ മഹാഗുരു ദേവിയെ കാണിച്ചു കൊടുക്കാനും സാധിക്കുന്ന തലത്തിലേക്ക് എത്തിയെന്ന് പറയുമ്പോൾ അദ്ദേഹം ആരാണ്? എപ്പോൾ ഏത് ഗുരുനാഥനെ കുറിച്ച് സംസാരിച്ചാലും ശങ്ക എപ്പോഴും കാണാറുണ്ടെന്നാണ്, സത്യമാണ്. അപ്പോൾ എല്ലാ ഗുരുക്കന്മാരിലും ആ ഒരു ചൈതന്യം നമുക്ക് നിലനിൽക്കുന്നത് പറയുമ്പോൾ തന്നെ നമുക്ക് ഫീൽ ചെയ്യും. ശ്യാമേട്ടനും നമസ്കാരം. അപ്പോൾ എപ്പോഴും അത് വായിച്ചിങ്ങനെ വരുമ്പോൾ പുരാണങ്ങളിൽ പറയുന്ന ദേവിയെ നേരിൽ ദർശിക്കാനും, കഴിഞ്ഞ ദിവസം ഭുവനാത്മാനന്ദ സ്വാമിജി പറഞ്ഞ പോലെ ആ ഒരു സ്പർശനം കൊണ്ട് അടുത്ത് നിൽക്കുന്ന ആളിനെയും ഭാവാവസ്ഥയിൽ എത്തിക്കാനും സാധിക്കുന്നെങ്കിൽ എത്ര വലിയൊരു കാര്യമാണെന്ന് ആലോചിച്ച് നോക്കും. പ്രത്യേകിച്ച് ഈ ഒരു സമയം 9 മണിക്കും 10 മണിക്കും ഒക്കെ ഇടയ്ക്കുള്ള ആ സമയം, അഷ്ടമി, നവമി, ദശമിയൊക്കെ വരുന്ന സമയത്ത് പാരായണം പലപ്പോഴും തുടർന്നു പോകുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ട്. നിങ്ങളോടൊരു പരമമായ സത്യം പറഞ്ഞാൽ, രാവിലെ 6 മണിക്ക് വായിക്കാനിരിക്കുന്ന നമ്മൾ ഈ അഷ്ടമി, നവമി, ദശമി തിഥികൾ വരുമ്പോൾ ഏത് ദേവാലയത്തിലാണോ വായിക്കുന്നത് അവിടുത്തെ ദേവതയുടെ മുന്നിൽ പോയി ദീപാരാധന തൊഴുതു വന്നിരുന്നാൽ പിന്നെ രാത്രി 12 മണി വരെ ആകുന്നത് നമ്മൾ അറിയില്ല. പരമമായ ഒരു സത്യമാണ് ഞാൻ പറയുന്നത്. അത് നേരത്തെ പറഞ്ഞ പോലെ വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ സാധിക്കുന്നതല്ല, അത്ര പരമമായ ഒരു സത്യമാണ്. അത് പൗർണമി കാലം കൂടി ആകുമ്പോൾ പകൽ സൂര്യനെയും കണ്ട് രാത്രിയിൽ ഈ ചന്ദ്രനെയും കാണുമ്പോൾ നമുക്കൊരു വല്ലാത്ത അനുഭൂതി ഉണ്ടാകും. ആ ഗുരുക്കന്മാരുടെ അടുത്ത് എത്തുമ്പോൾ നമുക്കൊരു 4 വയസ്സ് മനസ്സിലാകുമെന്ന് ടീച്ചർ പറഞ്ഞത് സത്യമാണ്. ഞാൻ പരമമായ കാര്യം പറയുകയാണ്. നമുക്ക് ഗുരുസ്ഥാനീയരായ ചില ആളുകളുടെ അടുത്ത് എത്തുമ്പോൾ നമ്മൾ പ്രായമൊക്കെ മറന്നുപോകും. കൊച്ചു കുട്ടികളെ പോലെ നമ്മുടെ മനസ്സാവും. എപ്പോഴും അങ്ങനെ ആവണമെന്നാണ് എൻ്റെയും പ്രാർത്ഥന. കാരണം അതിനെപ്പറ്റിയൊക്കെ ധാരാളം കാര്യങ്ങൾ മലയോർ തിരുമേനി തൃപ്പാദങ്ങളും പറയുമായിരുന്നു. നമ്മുടെ മനസ്സിൽ അങ്ങനെ തോന്നുന്നെങ്കിൽ നല്ലതാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ അതിനൊക്കെ കാരണമായ ഒരു ഗ്രന്ഥം, അതൊരു നിധി പോലെ നമ്മുടെ മനസ്സിൽ സൂക്ഷിച്ച് ആ ഒരു ചില ആളുകളുടെ അടുത്തെത്തുമ്പോൾ ഇപ്പം അവിടെ പോയിരുന്നൊന്ന് വായിക്കാമെന്നൊക്കെ ചെന്നാലും നമുക്ക് അവർ പറഞ്ഞാൽ മതി എന്നങ്ങ് തോന്നും. അവരുടെ മുന്നിലിരുന്ന് നമുക്ക് വേറൊരു വിഷയം വായിക്കാനോ അവതരിപ്പിക്കാനോ ഒന്നും തോന്നില്ല. പരമമായ സത്യം ഞാൻ പറയുന്നതാണ്. ഇപ്പം മള്ളിയൂരിൽ 8 ദിവസം താമസിക്കുമ്പോഴും മറ്റ് വിഷയങ്ങളിലേക്ക് പോകാൻ നമുക്ക് പലപ്പോഴും സാധിക്കുന്നില്ല. ഭാഗവതം അത് അവർ വായിക്കുന്നത് കേൾക്കാം, മലയാളം വായിക്കുന്നത് കേട്ട് നമ്മളും അത്ഭുതപ്പെട്ടു പോയി. അവരെല്ലാം ആദ്യമായി വായിക്കുകയാണ് എന്ന് പറയുന്നു. അപ്പോൾ അതിൽ എനിക്ക് ആ അടുത്തിരിക്കാൻ പോലും എനിക്കൊരു കുറവ് പോലെ തോന്നും.
അവർക്കൊപ്പം നമ്മൾ ഇരിക്കുന്നത് തന്നെ ഒരു ഭംഗിയല്ല. മുമ്പിൽ വന്ന് കസേരയിലോ താഴെയോ ഇരുന്നാൽ അങ്ങനെ എത്തണമെന്നാണ് നമ്മുടെ പ്രാർത്ഥനയും. അപ്പോൾ പലപ്പോഴും ഞാൻ പറഞ്ഞു ഞാൻ ഇരിക്കില്ല അങ്ങനെ. എന്നിട്ട് എന്നെ ഇരുത്താൻ പലപ്പോഴും നോക്കി. ഞാനിപ്പോൾ ഈ പരമേശ്വരൻ തിരുമേനിയിലും ദിവാകരൻ തിരുമേനിയിലും കാണുന്നതും സത്യം പറഞ്ഞാൽ വലിയ തിരുമേനിയാണ്. ശരീരത്തിനല്ലേ മാറ്റമുള്ളൂ എന്ന് പലപ്പോഴും നമുക്ക് തോന്നാറുണ്ട്. അപ്പോൾ എന്നും ഈ ശരീരത്തിൽ ജീവൻ നിൽക്കുന്നിടത്തോളം കാലം അങ്ങനെ തന്നെ ആകണമേ മനസ്സ് എന്നാണ് പലപ്പോഴും തോന്നാറുള്ളത്. അതിൽ വചനാമൃതം വായിക്കുമ്പോൾ നമുക്ക് പലപ്പോഴും കണ്ടപിടറും. അതിൽ ആ ഓരോ വരികളും നമ്മളതൊന്ന് തൊട്ട് വായിക്കുമ്പോൾ നമുക്കൊരു വലിയ തരംഗം ഉണ്ടാകും. വിവേകാനന്ദ വാണികളും ശ്രീരാമകൃഷ്ണ വാണികളും വായിക്കുമ്പോൾ വിദ്യുത് തരംഗമേറ്റാൽ എന്നതുപോലെ ഒരു അത്ഭുത ശക്തി നമ്മിലേക്ക് പ്രവേശിക്കും എന്നാണ് വിദേശ ദാർശനികനായ റൊമൈൻ റൊളാങ് പോലും സൂചിപ്പിച്ചിട്ടുള്ളത്. ചക്രപുരത്ത് രാത്രി 2 മണിക്കാണ് നിർത്തിയതെന്ന് രവീന്ദ്രൻ പറയുകയാണ്. സത്യമാണ്, ചക്രപുരത്ത് രാത്രി 2 മണിക്ക് നിർത്തുകയാണ്. അപ്പോൾ ആ നരസിംഹസ്വാമിയുടെ ശ്രീകൃഷ്ണ ഭഗവാന്റെ മഹാലക്ഷ്മി ദേവിയുടെ ഒക്കെ അടുത്തു നിന്ന് നമുക്ക് പ്രാർത്ഥിക്കുമ്പോൾ സമയമേ നമുക്ക് തോന്നാറില്ല. അതാണ് ഈ കയ്യിൽ വാച്ച് കെട്ടാത്തതും അതുകൊണ്ട് തന്നെയാണ്. എന്ത് സമയം എന്ന് നമുക്ക് അങ്ങ് തോന്നും. രാത്രി 2 മണിക്ക് പൂർത്തീകരിച്ചിട്ട് 3 മണിക്ക് കായംകുളത്തേക്ക് യാത്ര ചെയ്ത് 4 മണിക്ക് കരുനാഗപ്പള്ളി ക്ഷേത്രത്തിൽ പന്മന ക്ഷേത്രത്തിൽ നടക്കുന്ന സത്സംഗത്തിൽ പങ്കെടുക്കാമെന്ന് വെച്ചാൽ എങ്ങനെ നമുക്ക് ചിന്തിക്കാൻ സാധിക്കും? അപ്പോൾ അത് നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവാനും ഒത്തിരി പ്രയാസമാണ് അത് നിലനിർത്തിക്കൊണ്ട് പോകാൻ. വലിയ പ്രയാസമാണ്. ഇപ്പോൾ കടമകൾ, കടപ്പാടുകൾ, സ്മരണ, നന്ദി ഒക്കെ നമ്മുടെ മനസ്സിലിങ്ങനെ തോന്നുക. ഇപ്പം നമ്മളിപ്പോൾ പൂനെയിൽ ഏത് സ്ഥലത്ത് ചെന്നാലും അവിടെ ഒരു കുടുംബം വന്ന് വാഹനത്തിൽ 40 കിലോമീറ്റർ അകലെയുള്ള വീട്ടിൽ കൊണ്ടുപോയി ഭക്ഷണം തന്ന് തിരിച്ച് അമ്പലത്തിലെത്തുക. അവരെല്ലാം എല്ലാ ജോലികളും മാറ്റിവെച്ച് മൊബൈൽ ഫോണും ഒക്കെ മാറ്റിവെച്ച് ആ കുട്ടികൾ വന്നിരിക്കുക. അപ്പോൾ അവർ തിരുവനന്തപുരത്ത് എത്തുന്നു എന്ന് കേൾക്കുമ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ വാഹനവുമായി വരാം, നമുക്ക് ഒരുമിച്ച് പോരാം. അതൊന്നും വേണ്ട. എങ്കിലും അത് നമ്മുടെ വീട്ടിലെത്തി അതൊന്നും അദ്ദേഹം സമ്മതിച്ചില്ല. അപ്പോൾ നമുക്കതൊരു കുറവ് പോലെയാണ് തോന്നുന്നത്. അപ്പോൾ ഇതൊക്കെ ഇന്നലത്തെ പോലെ തോന്നുന്നു എന്ന് പറയുന്നത് സത്യമാണ്. ഇപ്പം 2010 ആ ഭവനത്തിലിരുന്ന് വായിക്കുന്നത് 2020 ഇന്നലത്തെ പോലെ തോന്നുകയാണ്. കൊച്ചുകുട്ടികളായിരുന്ന അവരൊക്കെ വളർന്ന് വലുതായി, അവരെ വിദ്യാഭ്യാസ രംഗത്ത്, പിന്നെ നമ്മുടെ വ്യക്തിപരമായ കാര്യങ്ങളിൽ ഒക്കെയുള്ള അവരുടെ ശ്രദ്ധ, അതൊക്കെ എങ്ങനെ നമുക്ക് മറക്കാൻ സാധിക്കും? അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയൊക്കെ കിട്ടുന്ന അവസരങ്ങൾ ആ ഒരു സ്മരണയ്ക്കെത്താനും, ആ സ്മരണ ഇല്ലാത്ത കാലമാണല്ലോ കലിയുഗം. ഒന്നിനും ഒരു വിധേയത്വവും ആരോടുമില്ലാതെ സ്വാർത്ഥരായി ജീവിക്കുന്ന ഒരു കാലമാണ്. ഇപ്പോൾ മള്ളിയൂരിൽ ചെല്ലുമ്പോഴും കൈതപ്പുറം തിരുമേനിയുടെ അടുത്തെത്തുമ്പോഴും ചക്കുളത്തെത്തുമ്പോഴും അനേകം തന്ത്രിമാരുടെ ഇല്ലങ്ങളിലൊക്കെ എത്തുമ്പോഴും കൊട്ടാരത്തിൽ തമ്പുരാട്ടിയുടെ അടുത്തെത്തുമ്പോഴും ഒക്കെ ബാല്യത്തിൽ യൗവനത്തിൽ അവിടെ ചെന്നപ്പോഴുള്ള ഒരു മാനസികാവസ്ഥയിലാണ് നമ്മളെപ്പോഴും. അത് എൻ്റെ ഒരു ദൗർബല്യമാണെങ്കിൽ ആ ദൗർബല്യത്തെ ഞാൻ അംഗീകരിക്കുന്നു എന്ന അഭിപ്രായക്കാരനാണ്. കാരണം അതുകൊണ്ടേ നമുക്കൊരു നന്മ വന്നിട്ടുള്ളൂ എന്ന് സ്മരിക്കുന്നതാണല്ലോ എപ്പോഴും ഈശ്വരനും ഭഗവതിയും ഒക്കെ പറഞ്ഞിട്ടുള്ളത്. എപ്പോഴും എന്നെ സ്മരിക്കണം, എന്നെ മറക്കാതെ പോകണം. അതൊക്കെ അനേക തവണ വായിച്ചിട്ടുള്ളത് കൊണ്ടാണ്. അതൊന്നും ഒരു ചടങ്ങാക്കാതെ അതിലെ ഓരോ വരികളും നമ്മൾ വായിച്ചിട്ടുള്ളത് കൊണ്ട് അവരുടെയൊക്കെ മനസ്സിൽ ആ ബാല്യം പോലെ തന്നെ തോന്നണമേ എന്നൊരു പ്രാർത്ഥനയെ നമ്മുടെ മനസ്സിലും ഉണ്ടാകാറുള്ളൂ. അപ്പോൾ അതൊക്കെ ടീച്ചർ പറഞ്ഞ പോലെ പെട്ടെന്ന് അങ്ങ് നിർത്തി. വേറൊരു സ്ഥലത്താണെങ്കിൽ നമുക്ക് വേഗം നിർത്താൻ തോന്നും. പിന്നെ അവരുടെ കാര്യം എങ്ങനെ നമുക്ക് കേൾക്കാം, അവരോടൊപ്പം കുറച്ച് സമയം കൂടെ എങ്ങനെ ഇരിക്കാം, അതൊരു പരമമായ യാഥാർത്ഥ്യമാണ്. നമ്മൾ ഇങ്ങനെ സ്വതന്ത്രമായി ഇതിപ്പോൾ നമ്മുടെ സാമ്രാജ്യത്തിൽ ഇരിക്കുന്ന പോലെയാണ്. വേറൊരു സ്ഥലത്ത് ചെല്ലുമ്പോഴോ അവരുടെ മുന്നിലിരുന്ന് നമ്മൾ വേറൊരു അവതരണം വേണ്ട. അവർ പറയുന്നത് കുറച്ചുകൂടി കൂടുതൽ കേൾക്കാനും അവരുടെ സാമീപ്യം കൂടുതൽ നമ്മൾ ആഗ്രഹിക്കുന്നതുമൊക്കെയാണ് ശ്രേഷ്ഠത. ഇവിടെയാകുമ്പോൾ നമുക്ക് ഒരു വിധേയത്വമേ ഉള്ളൂ. അമ്മയും അച്ഛനെയും തൊഴുത് ഗുരുവിൻ്റെ അടുത്ത് എത്തിയാൽ എല്ലാ ദേവതകളും ഇവിടെ ഉണ്ട്. വീട് നിങ്ങളുടെയാണ്, ഞങ്ങളൊക്കെ ഇങ്ങനെ വാടകക്കാരെ പോലെ താമസിക്കുന്നു എന്നേ ഉള്ളൂ. ചെയ്യിക്കാനുള്ളത് ചെയ്യിക്കണം, പറയിക്കാനുള്ളത് പറയിക്കണം എന്നൊരു ഭാവമേ നമ്മുടെ മനസ്സിൽ തോന്നാറുള്ളൂ. ഇത് നമ്മുടെ വീടാണെന്ന് പോലും തോന്നാറില്ല എന്നുള്ളതല്ലേ വലിയ ഭാഗ്യം. അപ്പോൾ അതിൽ നമ്മളൊരു ജോലിക്കാരനെ പോലെ ഈശ്വരീയമായ ഒരു സങ്കല്പത്തിൻ്റെ വൈശിഷ്ട്യം അടുത്ത തലമുറയിലെ ഒരു കുട്ടികൾക്ക് ഒരാൾക്കെങ്കിലും പകർന്നു കൊടുക്കാൻ സാധിക്കുന്നെങ്കിൽ
അതൊരു പുണ്യം എന്ന ചിന്ത മാത്രമേ ഉള്ളൂ. ആമ്പാടി ഗ്രൂപ്പിൻ്റെയും തുടങ്ങിയത് അതുകൊണ്ടാണ്. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പ് തുറന്നിട്ടാൽ വേണ്ടാത്ത രാഷ്ട്രീയ പോസ്റ്ററും, അപ്പോൾ രാഷ്ട്രീയം വേണ്ടെന്നല്ല അതിനർത്ഥം, നമുക്കൊക്കെ രാഷ്ട്രീയങ്ങളുണ്ട്. എങ്കിലും ഒരു ഭാഗവതവുമായി ബന്ധപ്പെട്ട ഒരു ഭാഗം വായിച്ച് കഴിയുമ്പോൾ അതൊന്ന് കാണുമ്പോൾ ആളുകൾക്കൊരു നെഗറ്റീവ് ചിന്ത ഉണ്ടാകാതിരിക്കാനാണ് വാസ്തവത്തിൽ അത് ഓപ്പൺ ചെയ്യുന്നതാണ് എനിക്കിഷ്ടം. പക്ഷേ അതിൽ അന്നേരം വേണ്ടാത്ത പല കാര്യങ്ങളും വിടുന്നത് നമുക്കൊരു വിഷമമായിട്ട് വരുന്നുള്ളൂ. വേണ്ടാത്തതെന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഇന്നത്തെ കാലത്ത് യോജിക്കുന്ന അല്ല എന്നുള്ള അർത്ഥത്തിലല്ല. എങ്കിലും ഭാഗവത ഗ്രൂപ്പിൽ അങ്ങനെ ഒരു വിഷയം ചർച്ച ചെയ്യേണ്ട ആവശ്യമുണ്ടോ? നമുക്ക് തന്നെ നല്ലൊരു ഗ്രൂപ്പ് അതിനായിട്ടുണ്ടാകാം. അപ്പോൾ അതിൽ ആധ്യാത്മികത കുറയണ്ട എന്ന് ചിന്തിച്ചാണ് അങ്ങനെ ചെയ്യുന്നത്. മോഹൻദാസിനും നമസ്കാരം. അപ്പോൾ എല്ലാ അർത്ഥത്തിലും നിങ്ങളുടെയൊക്കെ ഇന്നത്തെ ഈ സാന്നിധ്യം ഏറ്റവും ശ്രേഷ്ഠമാണ്. ധനുമാസത്തിലെ ഈ തുടർന്നുള്ള ദിവസങ്ങളൊക്കെ മംഗളകരമാക്കാൻ ഇടയാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ഈ ഒരു സങ്കല്പവും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ ടീച്ചർ എഴുതിയിരിക്കുന്നത് പോലെ ഒരു ആരാധനാലയം എന്ന നിലയിലാണ് പഴയ തറവാടായാലും ഈ വീടായാലും ഒക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുള്ളത്. അതിലൊന്നും നമ്മുടെ പൂർവികന്മാർക്ക് അല്ലെങ്കിൽ നമ്മളെ ഏൽപ്പിച്ച പിതൃക്കൾക്ക് ഒന്നും ഒരു കുറവ് വരാതിരിക്കുവാനുള്ള കർമ്മങ്ങളാണ് നമ്മൾ ചെയ്യുന്നത് പോലും. 8-9 മാസമായി ഈ സന്നിധാനത്തിൽ ഇരിക്കുന്ന വിഗ്രഹങ്ങൾക്ക് നമ്മളകത്ത് ഭക്ഷണം കഴിക്കുന്നു, കുളിക്കുന്നു, വസ്ത്രം മാറുന്നു. എങ്കിലും ഓരോ ദിവസവും ഓരോ മേൽശാന്തിമാരും ഓരോ തന്ത്രിമാരും ഒക്കെ വന്ന് പുഷ്പാർച്ചന നടത്തി നല്ല നിവേദ്യം നടത്തി അഭിഷേകം നടത്തിയ വിഗ്രഹങ്ങൾക്ക് ഒരു 8 ദിവസം മൂലം ഭാഗവതവും വായിച്ച ബ്രാഹ്മണന്മാരെ കൊണ്ട് ആ കർമ്മം ചെയ്യിച്ചത് 1 മാസം 1 ദിവസമായി കണ്ട ഈ 8 ദിവസം 8 മാസമായി കാണണമേ എന്നുള്ള പ്രാർത്ഥന മാത്രമാണ് അർപ്പിച്ചത്. അതുകൊണ്ടാണ് സ്വന്തം വീട്ടിൽ വായിക്കുന്ന ഗ്രന്ഥം പോലും കേൾവിക്കാരനായി ഞങ്ങൾ ശ്രോതാക്കളായി ഇരുന്ന് അത് ആസ്വദിക്കാൻ നിശ്ചയിച്ചതുകൊണ്ടാണ്. അപ്പോൾ എല്ലാ അർത്ഥത്തിലും നിങ്ങളുടെയൊക്കെ ഇപ്പോഴും ഈ സമയത്തും ഇങ്ങനെ ഇരിക്കല്ലേ, അതുതന്നെ ഈ ഒരു വലിയ തപസ്സല്ലേ. അതൊന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങൾ ആ സമയം ഉണ്ടാക്കി പല കാര്യങ്ങളുമായി വ്യാപരിക്കുന്നവർ ആ ഒരു 10-40 മിനിറ്റ് അല്ലെങ്കിൽ 1 മണിക്കൂർ രാത്രിയിൽ 9 മുതൽ 10 മണി വരെ ആ ഈശ്വരീയ സങ്കല്പത്തിൽ നമ്മൾ ഇരിക്കുക. രാവിലെ 5 മണിയോടുകൂടി തുറക്കുന്ന വാതിൽ രാത്രിയെ അടയ്ക്കുന്നുള്ളൂ. അതും അങ്ങനെ തന്നെയാണ്. അത് മനസ്സിൻ്റെ വാതായനങ്ങളായാലും വീടിൻ്റേതായാലും അങ്ങനെയാണ്. ഒരു നിമിഷം പോലും ഒരു നിശബ്ദത ഉണ്ടാവാറില്ല, ദീപം അണയാറില്ല. അപ്പോൾ അങ്ങനെ കിടാവിളക്കുകളും തെളിച്ച് നമ്മളെ ഇതുവരെ നയിച്ച ആ ദൈവിക ശക്തിയെ, നമുക്ക് ശരീരം നൽകിയ അമ്മയെ, അച്ഛനെ, ഒപ്പം മനസ്സിൽ ഓർമ്മയുള്ള പൂർവികന്മാരെ, പിതൃക്കളെ, ഇതുമായി ബന്ധപ്പെട്ട നമ്മുടെയൊക്കെ കുടുംബത്തിലെ അംഗങ്ങളെ ഒക്കെ ആ ഈശ്വരീയ മാർഗത്തിലേക്ക് കൊണ്ടുവരുവാനുള്ള ഒരു പരിശ്രമം. ഈശ്വര മാർഗത്തിലേക്ക് കൊണ്ടുവരുന്നതെന്ന് വെച്ചാൽ ഈശ്വരീയത ഇല്ലെന്നല്ല, ഉള്ളവരെ കൂടുതൽ തേജസ്സോടുകൂടി ആ ഈശ്വരീയ മാർഗങ്ങളിലേക്ക്, ഒരു സൂപ്പർ മാർക്കറ്റിലേക്ക് അല്ലെങ്കിൽ ഒരു മാളിലേക്ക് പ്രവേശിക്കുമ്പോൾ അവരവർക്ക് വേണ്ടത് എടുത്ത് അത് സ്റ്റോർ ചെയ്ത് നമ്മൾ വീട്ടിലേക്ക് കൊണ്ടുവരുന്നത് പോലെ ആ കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും അവരുടെ മനസ്സിലുണ്ടാവുന്ന ചില തരംഗങ്ങളുടെ വൈശിഷ്ട്യത്തെക്കുറിച്ച് ചിന്തിക്കാൻ കഴിയുന്ന ഒരവസരം ഉണ്ടാക്കുന്നത് മാത്രമേ നമ്മൾ പരിശ്രമിച്ചിട്ടുള്ളൂ. അപ്പോൾ അതിനെല്ലാവരുടെയും സഹകരണത്തിന് നമസ്കാരം. രാമകൃഷ്ണ വചനാമൃതത്തിൻ്റെ പുസ്തകം കിട്ടുന്നതെങ്കിൽ അത് വാങ്ങി സൂക്ഷിക്കുന്നത് ഏറ്റവും നല്ലതാണ് എന്നുകൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട്, ടീച്ചർ പറഞ്ഞതുപോലെ നിർത്താൻ തോന്നിയില്ല എന്നത് പരമമായ സത്യമാണ്. ഇപ്പോൾ ശ്രീരാമകൃഷ്ണാശ്രമത്തിൽ ചെല്ലുമ്പോൾ സ്വാമിജിയെ കൂടുതൽ കേൾക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നു. ചക്കുളത്തിൽ ചെല്ലുമ്പോൾ തിരുമേനിമാർ പറയുന്നത് കൂടുതൽ കേൾക്കാൻ ആഗ്രഹിക്കുന്നു. മള്ളിയൂരിൽ ചെല്ലുമ്പോൾ അവരുടെ പാരായണം ശ്രവിക്കാൻ നമ്മൾ കൂടുതൽ സമയം കണ്ടെത്തുന്നു. ആ ഹോമത്തിനോടൊപ്പം കൂടുതൽ സമയം ഇരിക്കുന്നു. കൈതപ്പുറം തിരുമേനിടത്തി ചെല്ലുമ്പോഴും നേരത്തെ പറഞ്ഞതുപോലെ നമ്മളൊരു കുട്ടിക്കാലത്ത് എന്നതുകൊണ്ട് അതേപോലെ തന്നെ ഇരുന്ന് അദ്ദേഹത്തെ കേൾക്കാൻ ശ്രമിക്കുന്നു. അങ്ങനെ ഓരോ തന്ത്രി ശ്രേഷ്ഠന്മാരും ആദരണീയരും ഒക്കെ വരുമ്പോൾ അവർക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് നമ്മൾ ഏറ്റവും പുറകിൽ നിൽക്കുന്ന ഒരാളായി മാറുമ്പോഴേ എല്ലാവരെയും കാണാൻ സാധിക്കൂ എന്നൊക്കെ തിരുമേനി പറയുമായിരുന്നു. ഏറ്റവും മുന്നിൽ നിൽക്കുന്നതിനേക്കാൾ ഏറ്റവും പിന്നിൽ നിൽക്കുമ്പോൾ എല്ലാവരെയും കാണാം. മുന്നിൽ നിന്നാൽ പുറകോട്ട് നോക്കണം മറ്റുള്ളവരെ കാണാൻ എന്നൊക്കെ തിരുമേനി തൃപ്പാദങ്ങൾ പറയുന്നതും ഞാൻ ഓർക്കുന്നു. നമുക്ക് നമസ്കാരം. നാളെ വീണ്ടും ഒരുമിച്ച് ചേരാം. നമസ്കാരം, നമസ്കാരം, നമസ്കാരം.